ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. അതായത് ഓണസമയത്തെ വീഡിയോ ആണ്. ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഞങ്ങളുടെ ധർമ്മദൈവത്തെ തൊഴാൻ പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ, മുരിങ്ങമംഗലം മഹാദേവ ക്ഷേത്രം. അപ്പോൾ അവിടെ ഏതൊരു അമ്പലത്തിൽ, ദൂരെയുള്ള ഏത് അമ്പലത്തിൽ പോകുന്നതിന് മുമ്പും ആദ്യം ഇവിടെ വന്ന് തൊഴുതിട്ടാണ് കേട്ടോ പോകാറുള്ളത്. ഞങ്ങളുടെ പഴയ ശീലമാണത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോവുകയാണ്, കാരണം അവിടെ അമ്പലം അടയ്ക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ ധൃതി കൂട്ടുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പണ്ട് ഞങ്ങൾ ഇതുപോലെ വെളുപ്പിനെ പോകുമായിരുന്നു കേട്ടോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് കുറച്ച് താമസിക്കും, കാരണം കുഞ്ഞ് ഉണരുന്നതും കൂടെ നമുക്ക് നോക്കണമല്ലോ. അപ്പം പ്രയോറിറ്റി മാറി അനുസരിച്ച് നമ്മൾ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ദേ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തട്ടയിലാണ് കേട്ടോ, തട്ടയിൽ ഒരുപ്പുറത്ത് ദേവീക്ഷേത്രമാണ്. അപ്പം അവിടെ വന്നു കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു, നന്നായിട്ട് തൊഴുത് കേട്ടോ. തിരക്ക് കുറവായിരുന്നു, കാരണം ഓണം ആണെങ്കിൽ പോലും അധികം തിരക്കില്ലാത്ത സമയത്താണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ആദ്യമായിട്ട്, ചേട്ടനും കുഞ്ഞും ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പോയില്ല. ഞാൻ ചേട്ടൻ്റെ കൂടെ പുറത്തായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴാണ് പോകാൻ പറ്റിയത് കേട്ടോ. അപ്പം കുഞ്ഞിനെ കൂട്ടി പോകാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് പോയി. കുഞ്ഞ് നന്നായിട്ട് തൊഴുതു. കുഞ്ഞിനെ ഞങ്ങൾ അകത്തോട്ട് ഇങ്ങനെ കാണിച്ച് തൊഴിക്കുകയൊക്കെ ചെയ്യുമ്പം കുഞ്ഞതൊക്കെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ തൊഴുതു ഇറങ്ങി. നല്ല രസം, നല്ല വെയിലായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നല്ല വെയിലായിരുന്നു. അപ്പം കുഞ്ഞിന് അതാണ് ടർക്കിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഉടുപ്പിടിക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ, ഉടുപ്പൊന്നും ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേണ്ടേ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല രസമാണ്, ചുറ്റും ഇങ്ങനെ പച്ചിപ്പാണ്, എവിടെ നോക്കിയാലും പച്ചിപ്പാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ മാടവെന്നാണ് ഞങ്ങളിതിന് പറയുന്നത്. നിങ്ങളെന്താണോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ മാടത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്നു, ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദേ ഞങ്ങൾ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാതാണ് ഇറങ്ങിയത്. എന്നിട്ട് ഉച്ചക്കത്തേക്കുള്ളത് ഓൾറെഡി അമ്മയെല്ലാം ഒരുക്കിയിട്ടാണ് വന്നത്. കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിനുവേണ്ടി ഒരുക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ഒരു ഹോട്ടൽ കണ്ടതാണ്. ഓണം ആയതുകൊണ്ട് പേടി ഉണ്ടായിരുന്നു കിട്ടുമോയെന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൊറോട്ടയും മുട്ടക്കറിയും കടലക്കറിയായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അപ്പം ഞാനും അമ്മയും കടലക്കറിയാണ് കഴിച്ചത്, ബാക്കി എല്ലാവർക്കും മുട്ടക്കറി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കയറുവാണ്, നല്ല നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു കേട്ടോ. അന്ന് ഞാനിട്ട അത്തപ്പൂ ഞാനും അനിയനും കൂടി ഇട്ടതാണ്. അപ്പോൾ കുഞ്ഞിനെ കുറച്ച് നേരം അവിടെയൊക്കെ കിടത്തി ഒന്ന് കളിപ്പിച്ചു. അത് കഴിഞ്ഞത്തേക്ക് ഇതേ ഞങ്ങൾക്കുള്ള ചോറ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പപ്പടം കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കും. അപ്പോൾ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അന്നേരം ഒന്നും നടന്നില്ല. അന്നേരമോ കാര്യമായിട്ട് കിട്ടും കേട്ടോ, എനിക്കിപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും എന്നും പറഞ്ഞ് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഓണവുമാണ്, പിന്നെയും അമ്പലങ്ങളിലൊക്കെ പോകുകയും വേണം. കുഞ്ഞിന് ഒന്ന് രണ്ടിടത്ത് ചേട്ടൻ്റെ അവിടെയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം പെൻഡിങ് ആണ്, എങ്കിലും കുഞ്ഞിൻ്റെ ആദ്യ ഓണമല്ലേ, അതുകൊണ്ട് ഒരു ചോറ് ഇങ്ങനെ ഞെവിടി ഒന്ന് കൊടുത്തു കേട്ടോ. അത് ഉള്ളിലൊന്നും പോയിട്ടില്ല, മൊത്തം ചുണ്ടിപ്പറ്റിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ച കുഞ്ഞി പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിയിരുന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അത് പൊടിച്ചു കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ കുറച്ച് വലിയ പപ്പടം കൊടുക്കണമെന്നുണ്ടായിരുന്നു, കുഞ്ഞായതുകൊണ്ട് കുഞ്ഞ് സൈസ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കയ്യിൽ നിന്നൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞ, കാരണം എപ്പോഴും കൈ ഈ ഒരു സമയത്തിൻ്റേതായിരിക്കും, എപ്പോഴും കൈ ഇങ്ങനെ വായിലിടും. അതുകൊണ്ട് വേറൊരു പപ്പടം എടുത്ത് കൊടുത്തതാണ് കേട്ടോ, പക്ഷെ അതിൽ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ കുഞ്ഞിനെ അമ്മയുടെ കൊടുത്തിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.